എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ആകാശും ധർമ്മനും എല്ലാം ചേർന്നിട്ട് ആനന്ദിന് വേണ്ടിയിട്ട് ഒരു വിവാഹ പരസ്യമൊക്കെ പത്രത്തിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ പത്രം വന്നു കഴിഞ്ഞപ്പം അനുശ്രീ അതുകൊണ്ട് ബാലിനെ ഗോമതിനെ കാണിക്കുകയാണ്. ബാലിനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, എന്തിനാടാ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, എന്താ അച്ഛാ എങ്ങനെ പറയണേ, എല്ലാവരുടെ കല്യാണം കഴിഞ്ഞു, ആനന്ദേണ്ണല്ലേ മൂത്ത്, ആനന്ദേണ്ണ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു പറയാം. ഇത് കേട്ടതും ബാലിന്റെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അതെനിക്ക് നന്നായിട്ടറിയാം, ഞാൻ അവന് വേണ്ടിയിട്ട് ആ ബ്രോക്കർ വിജയനോട് പറഞ്ഞിട്ടുണ്ട് കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ. അധികം വൈകാതെ തന്നെ അവിടെ നല്ല വിവാഹാലോചന വരും. ഒന്ന് രണ്ട് പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ട്, നല്ല കണ്ടിട്ടും കുഴപ്പമില്ല, അത് മാത്രമല്ല നല്ല കൂട്ടരാന്ന് തോന്നേ, അടുത്ത ദിവസം തന്നെ കാണാൻ പോവാന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ ആകാശം പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ വേണം വെച്ചാ, ആനന്ദേണ്ണ ഇനിയും നിർത്തിയിട്ട് കാര്യമില്ല, പാവം ഞങ്ങളുടെ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ ആനന്ദേണ്ണ ഒരു വിഷമം ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്താണ് ആനന്ദ് അങ്ങോട്ട് വരുന്നത്. എന്താ എല്ലാവരും കൂടെ കൂടി ഭയങ്കര ചർച്ചയാണല്ലോ എന്ന് പറയാം. അപ്പൊ അനുശ്രീ പറഞ്ഞു, അതെ ആനന്ദേണ്ണന്റെ വിവാഹകാര്യത്തെ കുറിച്ചാ പറയണേ. എന്റെ വിവാഹകാര്യത്തെ കുറിച്ചോ? അതെ, എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ടെന്ന് പറയാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അത് നീയാണോ തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. ഈ സമയം ബാലൻ പറഞ്ഞു, എടാ മോനെ, ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴേ നിനക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. ഈ സമയം ധർമ്മം പറഞ്ഞു, പിന്നെ എന്ത് ബുദ്ധിമുട്ട്, ഞാനിപ്പോ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ടില്ലേന്ന് പറയാം. അതെ അതെ, മാമന് ഇങ്ങനെ അങ്ങ് നിൽക്കത്തുള്ളൂ, പക്ഷെ അങ്ങനെയല്ലോ ആനന്ദന്റെ കാര്യം. പെട്ടെന്ന് അനുസരി ചാടി പറയണം, ഒന്ന് പൊക്കോ അവിടുന്ന്. അതെ, മാമന് പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ലേന്ന് ചോദിക്കാം, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലല്ലോ. ദേ നീ കൂടുതൽ നടന്ന് കളിക്കണ്ടെന്ന് പറയണം. ഈ സമയം ആനന്ദ് പറഞ്ഞു, എന്റെ അച്ഛാ ഇപ്പൊ എനിക്ക് വേണ്ടി ആലോചിക്കൊന്നും വേണ്ടെന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്താണെങ്കിലും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, അത് പ്രകാരം കാര്യങ്ങളൊക്കെ നടക്കും. അധികം വൈകാതെ തന്നെ നിന്റെ കല്യാണം എനിക്ക് കൂടണം. അറിയാലോ, ഇവിടെ രണ്ടുപേര് കെട്ടി ഇനിയിപ്പൊ നീ മാത്രമേ കല്യാണം കഴിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പെൺകുട്ടീനെ കണ്ടെത്തി നിന്നെ വിവാഹം കഴിപ്പിക്കണം. ഞാനും ഗോമതി ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പത്രത്തിൽ പരസ്യം വരെ ആകാശവും ധർമ്മനും കൂടെ കൊടുത്തെന്ന് പറയണം. ഇത് കേട്ടോ ആനന്ദ് പറഞ്ഞു, ആഹാ കൊള്ളാലോ, അപ്പൊ എനിക്കിട്ടുള്ള പാരയായിരുന്നു അല്ലേന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞങ്ങള് ചെറുതായിട്ടൊന്ന് പണിതല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൂചിച്ചങ്ങോട്ട് ജീവിച്ചാൽ പോലല്ലോ, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയായി. അപ്പം ആനന്ദേട്ടോ അതിന്റെ സുഖമൊന്നും അറിയണ്ടേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം കുഴിയിലേക്ക് വേണ്ടിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയല്ലേ, കാണിച്ചു തരാന്ന് പറയാണ്. ആ സമയം ആകാശ് പറഞ്ഞു, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേന്ന് ചോദിക്കുക. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. പിന്നീട് രാവിലെ തന്നെ മിത്ര കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട്. അങ്ങനെ ആൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ കോളേജിലേക്ക് പോവാം എന്ന് പറയാണ്. ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. പക്ഷേങ്കിൽ മിത്ര കൂടുതലൊന്നും ആരിനോട് പറയുന്നില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ആരിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ മീനാക്ഷിയോടും അവരോടൊക്കെ യാത്ര കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഈ സമയത്ത് മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഇതിനെ കണ്ടെത്തണം. അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുമായിരിക്കും, എവിടുന്നേലും അന്വേഷിച്ച് കണ്ടെത്തി അവന്റെ വീട് കണ്ടെത്തി അവനെ കണ്ടുപിടിക്കണം. ആ സ്വർണം അത് വാങ്ങിക്കൊടുക്കണം വീട്ടുകാർക്ക്. ഇനി അതിന്റെ പേരിൽ ആരും ക്രൂശിക്കാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് മിത്ര കോളേജിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ മിത്രയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ബിദുനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ ചോദിച്ചു, എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക. പിന്നീട് ആരിനെ ഇന്നലെ വൈകുന്നേരം തല്ലിച്ചതച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ആ മിഥുനെ വെറുതെ വിട്ടുകൂടാ. ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ സ്വർണം വാങ്ങി നിന്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടാൽ മിത്ര പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല, എനിക്ക് അവന്റെ വീട് അറിയില്ലോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, അവന്റെ വീട് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ വിളിച്ചു ചോദിക്കാന്ന് പറയണം. അങ്ങനെ മിത്രയ്ക്ക് അതിന് ഡീറ്റെയിൽസ് കിട്ടുവാണ്, ഇതിന്റെ വീട് എവിടെയാ എന്താന്നുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാണ്. മിത്ര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ പോകാൻ അറിയില്ല, നീയും കൂടെ എൻ്റെ കൂടെ ഒന്ന് വരുമോന്ന് ചോദിക്കാം. എന്താ ഞാനും കൂടെ വരാൻ നിന്റെ കൂടെ, നമുക്ക് 2 അവർ നേരത്തെ ഇറങ്ങാം, നേരത്തെ ഇറങ്ങിയിട്ട് നേരെ അവിടെ ചെല്ലാം. പക്ഷെ അവനോടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, എങ്കിലും അവന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ കാര്യങ്ങളെന്ന് പറയാം. ഇത് കേട്ടത് മിത്ര പറഞ്ഞ അത് ശരിയാന്ന് പറയാണ്. ഈ സമയം ബാലൻ എന്ത് ചെയ്തു, ബാലൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അവിടുത്തെ അലോക, അങ്ങനെ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനിട്ട് 2 കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ ദേ ആന്റെ അച്ഛനാന്ന് പറഞ്ഞിങ്ങനെ ഞെളിഞ്ഞു നടന്നിട്ട് കാര്യമില്ലോ, തന്റെ മകന്റെ നേർക്ക് കൈ വെച്ചവനെ അവന്റെ കൈ തല്ലി ഒടിക്കുക വേണ്ടത്. പിന്നീട് പതിവ് പോലെ ബാലൻ കടയിലേക്ക് ഇറങ്ങുവാണ്.
ഈ സമയം ഗോമതി ചോദിച്ചു, അല്ല എന്താ കുറച്ച് നേരത്തെ ആണല്ലോ? ഏയ് ഒന്നുമില്ല, ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടെ പോവാനുണ്ട് ഗോമതി എന്നും പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ബാലൻ പോയി അലോക് വരുന്ന വഴി കാത്തിരിക്കുവാണ് അവന്റെ വരവിന് വേണ്ടിയിട്ട്. അവനൊന്ന് വരണം, അവനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലോകിന്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടെ. ബാലൻ അവിടെ എങ്ങോട്ട് നിന്നു. ആ സമയം അലോക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബൈക്ക് കൈ കാണിച്ചങ്ങോട്ട് നിർത്തി. അലോക് പെട്ടെന്നും കൂടെ ഇറങ്ങി. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുക. ഈ സമയം ബാലൻ പറഞ്ഞു, അത് നിനക്ക് കാര്യം എന്താണെന്ന് അറിയില്ലല്ലേ എന്ന് ചോദിക്കണം. എന്താ കാര്യം? നീ എന്റെ മകന്റെ നേരെ കൈ പൊക്കുവല്ലേന്ന് ചോദിക്കാം. പിന്നെ കൈ പൊക്കുവോന്നോ? അവൻ കാണിച്ച ചെറ്റത്തരത്തിന് പിന്നെ അവനെ പിന്നെ ഞാൻ താലപ്പൊലി എന്ത് സ്വീകരിക്കണോന്ന് ചോദിക്കാം. എടാ, അവൻ എന്റെ മകനാണ്. പിന്നെ അത് മാത്രമല്ല, ദേ നിന്റെ അനിയത്തിയുടെ ഭർത്താവ് കൂടിയാന്ന് പറയണം. പിന്നെ അവൻ നിന്റെ നേരെ കൈ പൊക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാവോ? മിത്രയുടെ ആങ്ങളെയാണല്ലോ എന്നൊരു പരിഗണന തന്നുകൊണ്ട് മാത്രം. അല്ല നിന്നെ അടിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല അവന്. എനിക്കറിയാം ആരിനെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവൻ കളിക്കുന്നവനാ. പക്ഷെ അവൻ അടങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ളൊരു ബഹുമാനം തന്നിട്ടാ. പക്ഷെ അതുപോലും നീ കണക്ക് കൂട്ടില്ല. എടാ, ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേരെ തല്ലണോടാ, അല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ടിങ്ങനെ അടുപ്പിക്കുകയല്ല ചെയ്യണ്ടേ. ഇത്രയും കാലമായി കൃഷ്ണമംഗളം ഞങ്ങളുമായിട്ട് ഭയങ്കര ശത്രുതയുണ്ട്. പക്ഷെങ്കിൽ അനന്തരോ അച്യുതനോ ആയിട്ട് ഇതുപോലെ ഒരു ഗുണ്ടായസം ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവര് തിരിച്ചു ഇങ്ങോട്ടും കാണിച്ചിട്ടില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാകുമെങ്കിലും ഇതുപോലത്തെ ഒരു ചെറ്റത്തരം ആരും കാണിച്ചിട്ടില്ലടാന്ന് പറയാം. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാന്ന് പറയാം. ഇത് കേട്ടതും അലോക് പറഞ്ഞു, നാണമില്ലാത്ത അവനാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കോ? എന്റെ പെങ്ങളെ മാത്രം അവന് കണ്ടോളോ കെട്ടിക്കൊണ്ട് പോകാനായിട്ട്? അവൻ അത്ര വലിയവനാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അവൻ ആ സ്വർണ്ണം ഇങ്ങോട്ട് വെക്കട്ടെ. സ്വർണവും പണം വെച്ചിട്ട് അവൻ വലിയ ന്യായം അടിക്കട്ടെ. എനിക്ക് അവളെ വേണ്ട, ആ സ്വർണം മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എനിക്കറിയായിരുന്നടാ. നിനക്ക് മിത്രനെ വേണ്ട, സ്വർണം മതി എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ നീ ഒരു കാര്യം കൂടെ മനസ്സ് വെച്ചോ, പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീ അവര്. അതുകൊണ്ട് അവർക്ക് വിവാഹജീവിതം കഴിച്ച് മുന്നോട്ട് തുടർന്നു പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു കോടതി അവരെ വിലക്കാനൊന്നും പോകുന്നില്ല. അറിയാലോ, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അലോക് പറഞ്ഞു, അതെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഇനി അവൻ തല്ലു മേടിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും സർവ്വ നിയന്ത്രണം വിട്ടുപോയി. ബാലനെന്തിനാ ആ കൈയെടുത്ത് ഒറ്റ ഓണം അങ്ങോട്ട് കൊടുക്കുവാണ്, അവന്റെ കാരണം തീർത്തങ്ങോട്ട്. നീ എന്താടാ പറഞ്ഞേ? ഇനി എന്റെ ആനിന് നേരെ കൈ പൊക്കുന്നോ? ഒന്ന് തല്ലടാ, ഒന്ന് തല്ല എന്ന് കാണട്ടെ എന്ന് പറയണം. ഇനി എങ്ങാനും എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാണ്ടല്ലോ. അലോക് വിട്ടുകൊടുത്തില്ല. അലോക് തിരിച്ചു തല്ലാൻ തുടങ്ങി. ബാലിലാണെങ്കിലോ പിന്നീട് സമനില തെറ്റിയ ഒരു അവസ്ഥയായിപ്പോയി. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കയറി തല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതും അവൻ ചെയ്ത് തെറ്റിയ. എന്നിട്ടോ അവൻ വീണ്ടും തല്ലൂന്ന് പറയുന്നു. അതൊക്കെ ബാലിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ബാലിന് അവിടെ ഇട്ട് അവൻ നന്നായിട്ട് തല്ലി ചതയ്ക്കണം. അവസാനം അവിടെ ഒരു കമ്പെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചതച്ചു. പിന്നെ അവൻ്റെ കൈയും കൂടെ തല്ലി ഓടിക്കാൻ തുടങ്ങി. ഈ സമയം കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ദൈവത്തെ ഓർത്ത് ഞാൻ പോയിക്കോളാം. ഞാൻ ഇനി അവന്റെ 7 അയലക്കത്ത് പോലും വരില്ല. എന്നെ ഒന്നും ഉപദ്രവിക്കില്ല, എന്നെ ഉപദ്രവിക്കല്ലോ മാമാന്ന് പറയണേ. അങ്ങനെ വഴിക്ക് വാടാ. ഇതാദ്യം നിനക്കും കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പൊ നിന്റെ അഹങ്കാരം. അതെ എന്റെ മക്കളുടെ മേത്തങ്ങനും ഒരു തരം മണ്ണ് വാരി ഇട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല. ഞാൻ ചിലപ്പോൾ അവരെ വഴക്ക് വളർന്നിരിക്കും, തല്ലിന്നിരിക്കും. പക്ഷേങ്കിലുണ്ടല്ലോ വേറൊരുത്തൻ അതിനകത്ത് കയറി ചൊറിയാൻ ഞാൻ ഇടവരുത്തില്ലടാ. ഇതിനു മുമ്പ് നീ അവനെ കൂട്ടുപിടിച്ച എനിക്കിട്ടൊരു പാരമാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവനെ തല്ലിയതിന്റെ പേരില് നീ എന്താ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിച്ച് എന്നെ അകത്തിടൂന്ന് എന്തൊക്കെ പ്ലാനുകൾ നീ നടത്തിയില്ലായിരുന്നോ? അന്ന് തന്നെ നിനക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചാടാ. പക്ഷെ എന്റെ ആര്യം നിന്റെ വലയിൽ കുടുങ്ങിയില്ല. അതിന്റെ വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതൊക്കെ നിന്നെ മനസ്സിൽ വെച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോടാ, ഇനി എന്റെയോ എന്റെ മക്കളെ വഴിക്ക് കുറിയെങ്ങാനും വന്നാണ്ടല്ലോ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കല്ലെന്ന് പറഞ്ഞിട്ട് ബാലനങ്ങോട്ട് പോവാണ്. ഈ സമയം ഒരു വിധത്തിൽ അലോക് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അലോകിന് മനസ്സിലായി, കാരണം ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോ അവന്റെ നേർക്കാനും കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അത് മാത്രമല്ല ഇപ്പൊ ബാലിനെ അടഞ്ഞു വന്നിട്ടുള്ളൂ. ഇനിയിപ്പം ആകാശ്, ആനന്ദ് അവരെല്ലാരും ഉണ്ട്. അത് മാത്രല്ല ആരിനും മിക്കവാറും ഒന്ന് നേരെയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പോലും പറ്റില്ല. ആ ഒരു ടെൻഷനും അലോകന്റെ മനസ്സിലുണ്ടായിരുന്നു. അലോക് അങ്ങോട്ട് പോവാണ്. ഈ സമയം മിത്ര തന്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് ബിന്ദുന്റെ വീട് അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ബിന്ദുന്റെ വീട്ടിലേക്ക് വരുക. അപ്പം മിത്രോട് കൂട്ടുകാർ പറഞ്ഞു, എടി നിനക്ക് പേടിയുണ്ടോന്ന് ചോദിക്കും. എന്തിനാ? ഞാൻ എന്തിനാ ഭയക്കണേ? ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ. കുറ്റം ചെയ്തവന്റെ വീടല്ലേത്. അവന്റെ 101 പവന്റെ സ്വർണം കൊണ്ടാ പോയിരിക്കുന്നത്. ആ സ്വർണം കിട്ടിയാലോ എനിക്ക് ഒരു പിടിച്ചിരിപ്പ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആരിനെ ഇനിയും മിക്കവാറും എന്റെ വീട്ടുകാർ ഉപദ്രവിക്കും. അത് മാത്രമല്ല കേസും പ്രശ്നങ്ങളും ഒക്കെ ആവും. അതിനേക്കാൾ ഉപരി ഞങ്ങൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല. അല്ലാതെ എൻ്റെ അപ്പച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചതെന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. അതുകൊണ്ട് കേസ് കൊടുക്കാനും പറഞ്ഞുകൊണ്ട് അച്ഛനിപ്പം നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുക.
അതിനേക്കാളും പേര് ഞാൻ തന്നെ അന്വേഷിച്ച് അവനെ കണ്ടെത്തുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. പിന്നീട് അവരങ്ങോട്ട് വരിക. അങ്ങനെ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മിഥുന്റെ അച്ഛനാണ് വന്ന് കഥ തുറക്കുന്നത്. ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, മിഥുൻ ഇവിടെ ഇല്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് പറഞ്ഞു, മിഥുൻ ഇവിടെ ഇല്ല. അല്ല, അവൻ എവിടെ പോയതാ? അല്ല, നിങ്ങൾ ആരാന്ന് പറ. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, ഞങ്ങൾ ആരെന്ന് പറയാം, ആദ്യം അവൻ എവിടെയാന്ന് പറ എന്ന് പറയണം. അവനിവിടെ ഇല്ലാന്നല്ലേ പറഞ്ഞേ. അത് ഞങ്ങൾക്കൊന്ന് നോക്കണം അവനിവിടെ ഉണ്ടോന്ന്. നിന്നോടല്ലേ ഇല്ലാന്ന് പറഞ്ഞേ, ഇറങ്ങി പോടീന്ന് പറഞ്ഞിട്ട് മിത്രനെ പിടിച്ചങ്ങോട്ട് തള്ളുവാണ്. മിത്ര വീഴാൻ തുടങ്ങി. പക്ഷെ മിത്ര അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം, ഞാൻ അവനെ കണ്ടിട്ടോ പോകുന്നുള്ളെന്ന് പറയാം എന്ന് പറഞ്ഞ് ബലമായിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അയാൾ വീണ്ടും പിടിച്ച് തള്ളാൻ നോക്കുകയാണ്. അപ്പൊ കൂട്ടുകാരി വന്ന് മിത്രനെ തടഞ്ഞു. വേണ്ട മിത്ര, വേണ്ട, നീ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മിത്ര ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. മിത്രയ്ക്ക് മനസ്സിലായി അവനോട് ഒന്നെങ്കിൽ കാണും ഇയാൾ കള്ളത്തരം പറയാന്നുള്ളത്. പക്ഷേ എങ്കിൽ മിത്രനെ അകത്തേക്ക് കയറ്റിവിടാനായിട്ട് കൂട്ടാക്കിയില്ല. അയാൾ അകത്തേക്ക് കേട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് കൂട്ടുകാർ നീ വിഷമിക്കണ്ട, നീ വാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ മിത്രനെ വിളിച്ചോണ്ട് പോരുവാണ്. അപ്പൊ വൈകുന്നേരം മിത്ര കോളേജ് വിട്ട് വന്നു. കോളേജ് വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മിത്രയുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് ആരിന് തോന്നി. അപ്പൊ ആരും ചെന്നിട്ട് ചോദിച്ചു, എന്താ മിത്ര, എന്താ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ല. അല്ല, കാര്യം എന്താന്ന് പറ. അതെ, ഞാൻ നാം ഇതിന്റെ വീട് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവന്റെ വീട്ടില് മിക്കവാറും സ്വർണം കാണും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വർണം എടുക്കുവാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാം കൊടുക്കാലോ എന്ന് പറയാം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആരിനാകപ്പെടെ ആകാംക്ഷയായിരുന്നു. ഈ സമയം മിത്ര അവിടെ ചെന്നെങ്കിലും അവന്റെ അച്ഛനാ കഥ തുറന്നേ. പക്ഷേങ്കിൽ അവൻ അവിടെ ഇല്ലെന്നാ പറയണേ. എനിക്ക് അത്രയ്ക്കും കൂടെ വിശ്വാസം വരുന്നില്ല ആര്യ. അവൻ അവിടെ ഉണ്ട്, അവൻ ഒളിച്ചു കളിക്കുവാണ്. ആ സ്വർണം തരാൻ കഴിയില്ല എന്നിട്ടെന്ന് പറയാം. ഇത് കേട്ടോ ആരിനും കൂടി ദേഷ്യമായി. കാര്യം പറഞ്ഞു, എന്നാൽ അവനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ മിത്രഞ്ഞേ വേണ്ട വേണ്ട, ഇപ്പൊ കാണാനൊന്നും പോണ്ട. ഈ അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ തന്നെ അറിയാലോ, ഒരു പ്രശ്നം കഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഈ ശരീരത്തെ മുറിവ് പോലും ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോ ഒരു വഴക്കിനൊന്നും പോണ്ട. എന്താന്ന് വെച്ചാൽ ചെയ്യാൻ എനിക്കറിയാം. എന്താണെങ്കിലും എന്റെ കയ്യിൽ നിന്ന് അവന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആരും പറഞ്ഞു, അങ്ങനെ ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്താണെങ്കിലും എനിക്ക് ആ സ്വർണം കിട്ടിയാൽ തീരുള്ളൂ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.